പവർ ടീമിൽ നിന്ന് മുടിയനും ഗബ്രിയും പുറത്തായി. എങ്ങനെയാണ് അവർ പുറത്തായെന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് മീറ്റിംഗ് വിളിച്ച് പറഞ്ഞു പ്രേക്ഷകർക്ക് ഇപ്പോഴത്തെ പവർ ടീം ദുർബലമാണെന്ന അഭിപ്രായം. അതുകൊണ്ട് നിലവിലെ പവർ ടീമിൽ നിന്ന് 2 പേർ മാറേണ്ടതാണെന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് പവർ ടീം ചർച്ച ചെയ്ത് ഗബ്രിയെയും മുടിയനെയും മാറ്റാൻ തീരുമാനിക്കുന്നു. അതുപോലെ ഇനി പവർ ടീമിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എണീറ്റ് നിൽക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ നന്ദനയും ജിൻഡോയും സായിയും സിജോയും ജാസ്മിനും എഴുന്നേറ്റിരുന്നു. ഇവർക്ക് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്ന ഡിബേറ്റ് ടാസ്ക് ആയിരുന്നു. ഡിബേറ്റ് ടാസ്കിൽ പങ്കെടുത്ത 5 പേരും അവരുടെ പോയിന്റുകൾ നല്ല കൃത്യമായും വ്യക്തമായും തന്നെ അവതരിപ്പിച്ചു. ആദ്യ രണ്ടിൽ ജാസ്മിനും തുടർന്ന് ജിൻഡോയും സിജോയും ടാസ്കിൽ നിന്ന് പുറത്തായി. അവശേഷിച്ച നന്ദനയും സായിയും ടാസ്കിൽ വിജയിച്ച് പവർ ടീമിലേക്ക് കയറി. ബാക്കിയുള്ള ടീമിലൊക്കെ പുരുഷ മത്സരാർത്ഥികളുടെ എണ്ണം കൂടുതലാണ്. ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ എന്റെ ടീമിന് ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് ടീം സെലക്ഷൻ ഫെയർ അല്ല എന്നും ജിൻഡോ വരുന്നു. അതേപോലെ ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ തന്നെ പുറത്താക്കുമെന്നും ക്യാപ്റ്റൻ പറയുന്നു. ഒരു വാണിംഗ് കൊടുത്തതിന് ശേഷം പുറത്താക്കിയാൽ മതിയെന്ന് ജിൻഡോയും രതീഷും പറയുന്നു. ഈ സമയത്ത് മുടിയൻ ചാടി എണീറ്റിട്ട് നിങ്ങൾ അതിന് മാപ്പൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ജിൻഡോയോട് കയർക്കാൻ നിൽക്കുന്നു. അപ്പോൾ ജിൻഡോ അതിനു മുന്നേയുള്ള ടാസ്കിൽ അഭിഷേകന്റെ കഴുത്തിൽ പിടിച്ചപ്പോൾ നിങ്ങൾ ആരും എന്തെന്നും ചോദിച്ചില്ല എന്നും ഞാനത് ടാസ്ക് ആയിട്ട് മാത്രമേ കണ്ടുള്ളൂ എന്നും പറയുന്നു. ഇത് പറഞ്ഞ് മടിയൻ വയലന്റ് ആകും. തിരിച്ച് ജിൻഡോയും വയലന്റ് ആകുന്നു. അടുത്ത നോമിനേഷൻ പ്രോസസ് ആയിരുന്നു. പവർ ടീം ഡയറക്ട് നോമിനേറ്റ് ചെയ്തത് ജാസ്മിനെ ആയിരുന്നു. കിച്ചൺ ഹെൽപ്പ് ചെയ്തില്ല എന്ന കാരണം പറഞ്ഞായിരുന്നു നോമിനേഷൻ. 7 വോട്ടുകളുമായി അൻസിബ, 7 വോട്ടുകളുമായി ജിൻഡോ, 5 വോട്ടുകളുമായി ഗബ്രി, 4 വോട്ടുകളുമായി ഋഷി, 3 വോട്ടുകളുമായി നോറ, 3 വോട്ടുകളുമായി അർജുൻ, അതുപോലെ 2 വോട്ടുകളുമായി സിജോ. ഇതുകൂടാതെ പണിഷ്മെന്റായി അഭിഷേക് ശ്രീകുമാറും ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. കോയിൻ ടാസ്ക് ശ്രീതു നിങ്ങളുടെ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വിജയ സാധ്യത ഉണ്ടായേനെ എന്ന് ഗബ്രി ജാസ്മിനോട് പറഞ്ഞു. ഇത് പറഞ്ഞത് ജാസ്മിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അന്ന് ജാസ്മിന് സിക്കായിരുന്നു. തല കറങ്ങി പട്ടി കിതച്ചതുപോലെയാണ് ഇവൾ ഓടിക്കൊണ്ടിരുന്നത് എന്നും ഗബ്രി പറഞ്ഞപ്പോൾ ജാസ്മിൻ അവിടുന്ന് തലയണിയും വലിച്ചെറിഞ്ഞു ഒറ്റ പോക്കായിരുന്നു. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ദൈവമേ. ഇതൊക്കെയാണ് എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.